ഹലോ എവരിവൺ, വെൽക്കം ടു സൈലോം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. സോ നമ്മുടെ ഓണപരീക്ഷയോടൊക്കെ നമ്മൾ ടാറ്റ പറഞ്ഞു. ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ ക്രിസ്മസ് എക്സാം ഉണ്ട്, ആനുവൽ എക്സാം ഉണ്ട്. അതൊക്കെ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ബേസിക് സയൻസിൻ്റെ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ജീവനുള്ള വിത്തുകൾ, ദ സീഡ്സ് ഓഫ് ലൈഫിൻ്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളുമായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. സോ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കായിട്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു യൂണിറ്റിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മളോട് ആദ്യം ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തൊക്കെ കിട്ടിയാലാണ് വിത്ത് മുളയ്ക്കുന്നത്? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ദി ജെർമിനേഷൻ ഓഫ് സീഡ്? നമ്മൾ യൂഷ്വലി നമ്മളോട് ചോദിക്കുവാണെങ്കിൽ നമ്മൾ പറയും സോയിൽ വേണം, സൺലൈറ്റ് വേണം, മാനൂർ വേണം, എയർ വേണം, വാട്ടർ വേണം, അങ്ങനെ കുറേ ഉത്തരങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. സോ പക്ഷേ നമ്മൾ എന്തായിരിക്കും ഇതിൻ്റെ കറക്റ്റായിട്ട് ഇപ്പോൾ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ന നിലയിൽ എന്തൊക്കെ കിട്ടിയാലാണ് വിത്ത് മുളയ്ക്കുക എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായി നിർബന്ധമായും പറഞ്ഞിരിക്കേണ്ട 3 ഉത്തരങ്ങളുണ്ട്. ആ ഉത്തരങ്ങളിലേക്ക് നമ്മൾ പല 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 എക്സ്പെരിമെൻറ്റ്സ് അല്ലെങ്കിൽ പല പല പരീക്ഷണങ്ങളിലൂടെയാണ് നമ്മൾ എത്തിച്ചേരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ പരീക്ഷണങ്ങൾ തന്നെ നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത് വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമുണ്ടോ ഇല്ലയോ. അതായത് ഈ സോയിൽ റിക്വയർഡ് ഫോർ ദി സീഡ് ജെർമിനേഷൻ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഇപ്പം മണ്ണ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പം മണ്ണ് ഉപയോഗിക്കാതെ ഒരു പരീക്ഷണം നമ്മളങ്ങ് കണ്ടക്ട് ചെയ്താൽ മതി. നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, ഒരു ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ആ ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ്സിൽ ഒരു നനഞ്ഞ കോട്ടൺ, ഒരു വെറ്റ് കോട്ടൺ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വിത്തും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വന്ന് നോക്കിയാൽ ആ വിത്ത് മുളയ്ക്കുന്നതായിട്ടാണോ വിത്ത് മുളയ്ക്കാതിരിക്കുന്നതായിട്ടാണോ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്? യെസ്, ഇവിടെ വിത്ത് മുളച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നമ്മൾ സോയിൽ യൂസ് ചെയ്തിട്ടേയില്ല, അതായത് മണ്ണ് നമ്മൾ ഉപയോഗിച്ചിട്ടേയില്ല. പക്ഷേ വെള്ളത്തിൻ്റെ സാന്നിധ്യവും അതുപോലെ തന്നെ എയറിൻ്റെ സാന്നിധ്യവും പിന്നെ അനുകൂലമായ ടെമ്പറേച്ചറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ സീഡ് സ്പ്രൗട്ട് ചെയ്തതായിട്ട്, വിത്ത് മുളച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമില്ല. ഇങ്ങനെ മണ്ണിന്റെ സഹായമില്ലാതെ ന്യൂട്രിയൻ റിച്ച് സൊല്യൂഷൻ, അതായത് പോഷകലായനിയുടെ സഹായത്തോടു കൂടി കൃഷി ചെയ്യുന്ന ഒരു മാർഗമുണ്ട്. ആ മാർഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടുന്ന് പഠിച്ച എന്താണ്, മണ്ണില്ലാതെയും വിത്ത് മുളയ്ക്കും. അപ്പം അങ്ങനെയുള്ള ഒരു മാർഗത്തിൻ്റെ പേരാണ് നമ്മുടെ ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ചിത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമുണ്ടോ ഇല്ലയോ. ഈസ് വാട്ടർ നെസസറി ഫോർ സീഡ് ജെർമിനേഷൻ? പെട്ടെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും, വെള്ളം വേണമല്ലേ, കാരണം വെള്ളമില്ലാതെ ചെടിക്ക് അല്ലെങ്കിൽ വെള്ളമില്ലാതെ ഒരു വിത്തിന് മുളയ്ക്കാൻ പറ്റില്ല. സോ നമുക്ക് എന്ത് ചെയ്യണം, ഒരു എക്സ്പെരിമെന്റ് തന്നെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ആ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഒട്ടും വാട്ടർ യൂസ് ചെയ്യാതെയാണ്. അപ്പം നമ്മൾ ഇവിടെ കാണുന്നത് പോലെ ഒരു ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഒട്ടും നനവില്ലാത്ത സോയിൽ നമ്മൾ ആഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, അതിനകത്ത് ഇവിടെ കാണുന്നത് പോലെ കുറച്ച് വിത്തുകളും നമ്മൾ നട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷം നോക്കുമ്പോൾ ആ വിത്ത് മുളയ്ക്കാത്തതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. സോ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി, വിത്ത് മുളയ്ക്കണമെങ്കിൽ വാട്ടർ വളരെ ആവശ്യമാണ്. വെള്ളമില്ലെങ്കിൽ വിത്ത് മുളയ്ക്കില്ല എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് സൺലൈറ്റ് വേണോ വേണ്ടയോ, സൂര്യപ്രകാശം വേണോ വേണ്ടയോ, അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? അപ്പോൾ സൂര്യപ്രകാശം കടക്കാത്ത ഒരു സെറ്റപ്പിൽ വേണം നമുക്ക് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ. സോ നമ്മളൊരു സ്റ്റീൽ ഗ്ലാസ് ആണ് എടുത്തത്. അത് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ നനഞ്ഞ സാധാരണ കുറച്ച് മണ്ണ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വിത്തൊക്കെ നട്ടിട്ടുണ്ട്. സൂര്യപ്രകാശം അകത്ത് കടക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ട് ആ ഒരു ഗ്യാപ്പ്, അതായത് അതിൻ്റെ ഒരു ഓപ്പൺ സ്പേസ് നല്ല ബ്ലാക്ക് കാർഡ്ബോർഡ് കൂടി നമ്മൾ വെച്ച് മറച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഒട്ടും സൺലൈറ്റിനെ കടത്തി വിടുന്നില്ല. അപ്പോൾ ഇത്രയും സെറ്റപ്പ് നടത്തിയിട്ട് നമ്മൾ വിത്തും നട്ടിട്ട് പിന്നെ പോയിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഇവിടെ വിത്ത് മുളച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റി. അതിൽ നിന്ന് എന്ത് മനസ്സിലായി? യെസ്, സൺലൈറ്റും ആവശ്യമില്ല, സൺലൈറ്റ് ഇല്ലെങ്കിലും വിത്ത് മുളയ്ക്കും എന്ന് നമുക്ക് മനസ്സിലായി. സോ ഇത്രയും എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലായി? വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണ്, പക്ഷേ മണ്ണ്, സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല. ജലത്തിന് പുറമെ വായു, അനുയോജ്യമായ താപനില എന്നിവയൊക്കെ വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണ്. വാട്ടർ ഈസ് നെസസറി ഫോർ ദി ജെർമിനേഷൻ ഓഫ് സീഡ്, ബട്ട് ദ ഫാക്ടേഴ്സ് ലൈക്ക് സോയിൽ ആൻഡ് സൺലൈറ്റ് ആർ നോട്ട് നെസസറി. Beside water, air and suitable temperature are also necessary for seed germination. അപ്പോൾ ചുരുക്കി പറയുവാണെങ്കിൽ വിത്ത് മുളയ്ക്കാൻ നമുക്ക് മണ്ണ് വേണമെന്നില്ല, പക്ഷേ വെള്ളം,
അതുപോലെ എയർ, അതുപോലെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഫേവറബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ, അനുകൂല താപനില, ഇവയൊക്കെ നിർബന്ധമായിട്ട് വേണം. അതേസമയം സൺലൈറ്റ് ഇല്ലെങ്കിലും നമുക്ക് വിത്ത് മുളപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് മിസ് വിശ്വസിക്കുന്നു. സോ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസും ഇനി വരാൻ പോകുന്ന എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യേണ്ട ഒരു ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് നമ്മുടെ 5ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയുള്ള നമ്മുടെ സ്വന്തം പൃഥ്വി ബാച്ച്. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നതിന് വേണ്ടി താഴെ സ്ക്രോളിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഒന്ന് വേഗം തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. സോ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.